കേറിക്കോ കേറിക്കോ. ഡിവൈഎസ്പി സാർ ആള് മോശമല്ലല്ലോ. കൂടെയുള്ളത് വൈഫാണ്. ഫേമസ് അല്ലേ? സൈറ്റ് പോസ്റ്റ് കണ്ടിട്ട് വാടാനപ്പള്ളി വാസന്തിയാണെന്ന് തോന്നുന്നു. കള്ളൻ. ആൾ താമസമില്ലാത്ത ഹോട്ടലിൽ നോക്കി ഹാഫ് ബോയിലോട്ട് ഇറങ്ങിയിരിക്കുക. അസിഐ മഹാദേവനെ കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. ഹലോ സാർ, എച്ച്.സി. സൽഗുണനാണ്. എന്താണോ? ഡയറക്ടർ പ്രിയദർശൻ സാർ വിളിച്ചിരുന്നു. സാറ് കാസിനോ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയദർശനോ? സർ. കാസിനോ ഹോട്ടലോ? സർ. റൂം നമ്പർ വല്ലതും പറഞ്ഞോ? 504. 504. ഓക്കെ, ഞാൻ പോയേക്കാം. പൗഡർ കേട്ട് പ്രിയദർശനെ കാണാൻ പോവാ. ഇപ്പൊ 504 കയറും. അപ്പ കാണാൻ കളി ഒട്ടിക്കാതെ മാറിയില്ലേ. 504. എന്താണോ? ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഡയറക്ടർ പ്രിയദർശന്റെ മുറിയാന്ന് കരുതി. സോറി സർ. ഏത് റൂമാണെന്നാ പറഞ്ഞേ? 504 പറഞ്ഞു. 504 എന്റെ മുറിയാണല്ലോ. റൂം തെറ്റിയതായിരിക്കും. അതെ സർ. ആ, ഇയാളാണോ അവളെ സപ്ലൈ ചെയ്തത്? അതെ വരുന്നു. ഐ ലവ് യു. അല്ല, ചേട്ടൻ 12 മണിക്ക് പത്തനംതിട്ടയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട്? അല്ല സുമതി, അളിയനെ പോരും. പുള്ളിക്കാരൻ പ്രസാദം വാങ്ങി ഇപ്പൊ വരും. ചേട്ടനെ വെറുക്കണ്ടേ പോയിക്കോ. ഇല്ല, ഞാൻ അളിയൻ വന്നിട്ടേ പോകുന്നുള്ളൂ. എന്താ മഹാദേവ കാലത്തെ? ചേച്ചി ഒന്ന് കാണാമെന്നാ. എന്താ വിശേഷിച്ച്? അല്ല, ഇന്നലെ ഞാനത് അറിഞ്ഞില്ല. സോറി. എന്ത്? സാറെന്താ വിചാരിച്ചെന്നറിയില്ല. ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? എന്താ താൻ പറയണേ? അല്ല, ഇന്നലത്തെ സംഭവേ. ഇന്നലെയോ? എന്ത്? അല്ല, ഹോട്ടൽ റൂമിൽ വെച്ചേ. സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി. ഹോട്ടൽ റൂമിലോ? അല്ല, ഞാൻ വന്ന അബദ്ധത്തിൽ വാല് പറഞ്ഞില്ലേ. സത്യത്തിൽ ചേച്ചിയോട് എനിക്കറിയില്ല. ഞാനോ? ചേച്ചി, ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം 504 വന്നപ്പോ. 504? അല്ല, ചേച്ചി സാറും കൂടി ഇന്നലെ റൂം എടുത്തിരുന്നല്ലോ. സാറിന്റെ കൂടെയോ? അതേത് ചേച്ചി? ഹോട്ടൽ കാസിനോ, റൂം നമ്പർ 504. ഇന്നലെ ഉച്ചക്ക് ചേച്ചി. ഓ, കളിയാക്കല്ലേ ചേച്ചി. ഇന്നലെ രാവിലെ പത്തനംതിട്ടയ്ക്ക് പോണെന്നും പറഞ്ഞ് പോയതാണല്ലോ. ചേച്ചി, ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സാറിനെ തീർച്ചയായും തെറ്റിദ്ധരിച്ചു കാണും. അല്ല, ആരായാലും തെറ്റിദ്ധരിക്കും. ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഒരു കോമൺ സെൻസും ഇല്ലാതെ വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ്. ചേച്ചി പ്ലീസ്. ചേച്ചി, ഞാനിവിടെ ഒന്ന് പറഞ്ഞു സാറിനോട് പറയണ്ട. ഇല്ല, പറയില്ല. മഹാദേവൻ പൊയ്ക്കോ. ഓ, ഒരു തെറ്റിദ്ധാരണ മാറി. സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി. എന്താ? സാറിനെ പോലെ ഒരു ഓഫീസറെ സഹായിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായല്ലോ. സൽഗുണന്റെ വീട് വന്നിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല സാർ. എന്നാ വാ. ഭയങ്കര ക്ഷീണം. ക്ഷീണം കാണണമല്ലോ. സാർ, ഒരു മിനിറ്റ് സാർ. അതെ, ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവൻ സാർ വന്നത് സാറിനെ മനഃപൂർവ്വം നാട്ടിക്കാനായിരുന്നു. എന്നെ നാട്ടിക്കാനോ? എന്തിന്? അല്ല, മറ്റതകത്തുണ്ടായിരുന്നല്ലോ. മറ്റതോ? ഹാഫ് ബോയിൽഡ്. ഹാഫ് ബോയിൽഡോ? അയ്യോ, അതൊക്കെ പറയൂ സാർ. കൊച്ചമ്മ ശ്രദ്ധിക്കുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയണോ? ഒന്നും അറിയാത്ത പോലെ. ഇതിനൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണ്ടേ? ആ സാധനത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ പറ. അതെന്റെ സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ ആയിരുന്നു. സസ്പെൻഷൻ ഉറപ്പാ. ഡിസ്മിസലും ആവും. ഫയലിംഗ് എടുത്തേ. ഓ, ഇതാര്? മമ്മിയുടെ ബർത്ത്ഡേയാ. അറിയാം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അച്ഛൻ അമ്മയ്ക്ക് എന്താ പ്രസന്റ് കൊടുക്കാൻ പോകുന്നേ? അതൊക്കെ മോള് കണ്ടോ? സാർ ഫയൽ. ഹലോ പോലീസ് ഓഫീസറെ, കഴിഞ്ഞ 3 ബർത്ത്ഡേക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ശരി. ശരിന്ന് പറഞ്ഞാ പോരാ, ചേട്ടൻ വന്നിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കൂ. ഉച്ചക്ക് 1 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും. പോരെ? ഓക്കെ. അങ്കിളും വരാട്ടോ. കൊച്ചിന്റെ ഒരു തം.
സാർ, ഏതോ സിനിമാ കമ്പനിക്കാർ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. ഷൂട്ടിങ്ങോ? എവിടെ? ആ സഹകരണ ബാങ്കിന്റെ മുൻവശത്ത്. ആരാ ഡയറക്ടർ? ഡയറക്ടർ ആലോചിച്ച് സമയം കളയണ്ട, സെക്യൂരിറ്റി കൊടുക്കാതെ പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. വേണ്ട വേണ്ട വേണ്ട, ഷൂട്ടിംഗ് സ്പോട്ടിലൊക്കെ ഞാൻ പോയിക്കോളാം. ആരാ ഹീറോ? സുരേഷ് ഗോപി. ഹീറോയിനാ? മനീഷ കൊലയാളിയാണെന്ന് തോന്നുന്നു. മനീഷ കൊലയാളിയല്ല സാർ, മനീഷ കൊരാള. വണ്ടി എടുക്ക്. അപ്പൊ ഉച്ചക്ക് വീട്ടിൽ പോയി ചോദിച്ചു ഭാര്യയോട് പറഞ്ഞു. ഷൂട്ടിംഗ് കുഴപ്പമാ, ഊണ്. വർക്ക് എവിടെ പോയി? ഒന്നല്ല സാർ, അത്യാവശ്യമായിട്ട് എന്റെ അമ്മൂമ്മ മരിച്ചു. ഏ? അല്ല, അമ്മൂമ്മ മരിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവൻ വീട്ടിലോട്ട് പോയി. ആ മതി. ഇതെന്താണോ ഇതിലിറങ്ങുന്നത്? അതിലിറങ്ങി ലേറ്റ് ആകും. ഗുഡ് മോർണിംഗ്. തുളസി, സാറിന് ചായ കൊടുക്ക. നോ താങ്ക്സ്. നോ താങ്ക്സ്. തിരിച്ചു കൊടുത്തു. എന്താ ഇപ്പൊ ഇവിടുത്തെ സീക്രട്ട്? ഇതൊരു ആക്ഷൻ പടവാ, ഒരു ബാങ്ക് റോബറി. ഞാനും ഡയറക്ടർ പ്രിയദർശൻ തമ്മിൽ വളരെ ക്ലോസ് ആണ്. ഓഹോ, സാറുടെ അഭിനേതാവെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊരു പാട്ടുകാരനാണെന്ന് കേട്ടിട്ടുണ്ടാ? ചെറിയ പാട്ട്. ഇല്ല സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് വന്നേ. സോറി സാർ, ഒരു മിനിറ്റ്. സാറേ, ഹീറോ സുരേഷ് ഗോപി, ഹീറോ മനീഷ കൊരാള. അങ്ങോട്ട് മാറാ. താനൊക്കെ എവിടുത്തെ മാനേജറാടു? സാറേ, എന്റെ കുഴപ്പം പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. നേരത്തെ നോക്കട്ടെ. ഇനി എന്താ പ്രശ്നം? അല്ല സാർ, ഞങ്ങളുടെ ഇന്നത്തെ ചാറ്റിങ്ങിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ സീനുണ്ട്. ഓഹോ, ഞാൻ അഭിനയിക്കണോ? പറയാൻ പഠിക്കണ്ട. അയ്യോ, ഇതൊരു ചെറിയ സീനാണ്. സാറിനെ ഞാൻ സോങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. ഓഹോ, ഞാൻ സോങ്ങിലാണോ? അതല്ല സാർ പ്രശ്നം. ലൊക്കേഷനിൽ എത്തേണ്ട കോസ്റ്റ്യൂം വേണ്ടി ട്രാഫിക് ജാം പെട്ട് കിടക്കുകയാണ്. എന്താ, ഞാൻ വിളിച്ചു പറഞ്ഞോ? അതല്ല, ബാങ്കിന്റെ പെർമിഷൻ 1 മണിക്കൂറൂടെ ഉള്ളൂ. അതുകൊണ്ട് സാറൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ യൂണിഫോം ഒന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. വേറൊരു 5 മിനിറ്റ് മതി. ഇപ്പൊ എവിടെ നിന്നാ വന്ന് മാറുക? അതാ സാർ, അത് ഞങ്ങൾ കോസ്റ്റ്യൂം വിൽക്കുന്ന വീടാ. പഴനിസ്വാമി സാർ, എന്തായാലും നോക്കിയിരിക്കുന്നേ? സാറിനെ വിളിച്ചോണ്ട് പോ. വാങ്ങ സാർ. ഇതൊക്കെ നേരത്തെ നോക്കണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഡയറക്ടറോട് ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എന്താ എടുക്കുക? ഇത് മതി. കൊള്ളാല്ലേ മാഡം? പുതുമുഖാണല്ലേ? ఏమి చెప్తున్నారండి? చెప్పండి. ഞാനിപ്പോ വരാണ്ടി. ഷൂട്ടിംഗ് പാർട്ടി അല്ല സാർ, അവർ ബാംഗ്ലൂരിൽ അടിച്ച് സ്ഥലം വിട്ടു. പുറത്തായ പ്രശ്നം നടക്കുക. എന്താ ചിരിക്കുന്നത്? തുണിയിലാണ് പണ്ട. തുണിയില്ല, തുണിയില്ല, തുണിയില്ല. അണ്ടർവെയർ കൊണ്ട് മുഖം മറക്ക, അല്ലെങ്കിൽ ആളറിയും. താൻ എന്തൊരു വിഡ്ഢിത്തരാണോ കാണിച്ചത്? സസ്പെൻഷൻ ഓർഡർ അടിച്ചു കഴിഞ്ഞു. എന്ത് ഇമേജ് ആയിരുന്നു തനിക്ക്? അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? എന്താണെന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു സാർ. ആദ്യം തന്നെ സിനിമാ പ്രാന്തം നിർത്ത്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത്? ചായ കുടിക്ക. കുടിക്കടോ. ഓപ്പറേഷൻ എത്ര മണിക്കാ? 8 മണിക്ക്. ഏകദേശം എത്ര മണിക്ക് ഡോക്ടർ ലക്ഷ്മി തിയേറ്റർ വിട്ടിറങ്ങും? 1 മണിക്കൂർ. മൈനർ ഓപ്പറേഷൻ അല്ലേ? ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം. പേഷ്യന്റിനെ തിയേറ്ററിൽ നിന്ന് IC യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ IV മോക്കർ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പേഷ്യന്റ് മരിച്ചുപോലേ? മരിക്കാനാണല്ലോ ചെയ്യുന്നത്. പഴി ലക്ഷ്മിയുടെ തലയിൽ വരും. ലക്ഷ്മിക്ക് പിന്നെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല. കാഷ്വാലിറ്റി എന്റെ കൺട്രോളിൽ വരും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കിട്ടിയില്ലേട്ടോ? ദാസേട്ടാ,
ഡോക്ടർ വില്യം സാറെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കേട്ടു. ആകെ പ്രശ്നമാണ്. ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലില്ലെന്ന് തോന്നുന്നു. മഹാദേവൻ സാറിന് എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. എനിക്ക് ട്രെയിനിന് സമയമായി. ഞാൻ പോട്ടെ. ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. റാണി നേഴ്സോ? സെക്കൻഡ് ഫ്ലോറിലുണ്ടാവും. ഇയാൾ എന്നെ കയറി പിടിച്ചു. ഞാനൊന്നും ചെയ്തില്ല. ഡോക്ടർ ഡോക്ടർ അവിടെ ആകെ ബഹളമാണ്. സിസ്റ്റർ റാണി അയാൾ കയറി പിടിച്ചു. ഡോക്ടർ ലക്ഷ്മിയുടെ ഭർത്താവ്. മഹാദേവൻ സാറോ? നാണക്കേടായല്ലോ. സാറിന് വേഗം വാ. എന്താ എന്താ പ്രശ്നം? എന്താ ഈ ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന രോഗിയെ കൊല്ലാൻ പോകുന്നത് ഞാൻ കയറി പിടിച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെയാ മിസ്റ്റർ? ഉറങ്ങിക്കിടന്ന ഡോക്ടർ ഞാനിപ്പോ വിളിച്ചോണ്ട് വന്നേ. പാവം ലക്ഷ്മി ഡോക്ടറാണെന്ന് കരുതി പിടിച്ച റാണി ആയിപ്പോയി. ഇത് നിങ്ങളുടെ വൈഫിന്റെ ഹോസ്പിറ്റലല്ലേ? കുറച്ചുകൂടി മാന്യമായി പെരുമാറാൻ. നിങ്ങൾ കാര്യം പറയാൻ സംസാരിക്കുന്നത്. ഓ കോപത്തിന് ഒരു കുറവില്ല. ഇയാളെ പറ്റി പോലീസ് ഏൽപ്പിക്കണം. പോലീസുകാർക്ക് എന്തും ചെയ്യാലോ. നീയാണ് പേഷ്യന്റിനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇയാൾക്ക് തലയ്ക്ക് പറ്റാതെ ഇയാൾ വർത്തമാനൊന്നും പറയണ്ട. കുറച്ചു നേരത്തെ റാണി എന്തിയെന്ന് ഇയാൾ എന്നോട് തിരക്കിയത്. ഇതിനു മുൻപ് ഇയാൾ എന്നോട് പല വൃത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. കാര്യം ഞങ്ങൾക്ക് പിടിയിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ലക്ഷ്മി. ഡോക്ടർ ഭർത്താവ് വിളിച്ചോട് പോവാൻ നോക്ക്. ഇത് വളരെ ചീപ്പായി പോയി. വാടി. നിൽക്കണവിടെ. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും. സംസ്കാരം കെട്ട തെണ്ടി. അച്ഛൻ ഞാൻ എന്തിപ്പോഴുത്? നീ നിരപരാധിയാണ്, നീ പരിശുദ്ധനാണ് എന്നൊക്കെ പറയാൻ പോകുന്നത്. വേണ്ട, നന്ദി കെട്ടവനെ. എന്റെ ഹോസ്പിറ്റലിനെ നീ അപമാനിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. തുണിയില്ലാതെ പബ്ലിക്കിലോട്ട് നീ നിന്നു, അതും ഞാൻ ക്ഷമിച്ചു. ഇനി നീ പെണ്ണ് പിടിക്കാൻ പോലും കൂടി ഞാൻ ക്ഷമിക്കണം. അല്ലടാ? എടാ, നിനക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളല്ല. എന്റെ മോളുടെ കൂടെ ജീവിക്കാനുള്ള അർഹത നിനക്കില്ല. കാരണം നീ അത്രയ്ക്ക് തേർഡ് റേറ്റാ. നീ മിണ്ടിപ്പോറുക. ലക്ഷ്മി, ഞാൻ പറയും. എടാ, തറവാട്ടിൽ ജനിക്കണം. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാലും അത് പോകും കുപ്പത്തൊട്ടിയിലേക്ക്. ഇനി എന്റെ മോളും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പോടാ. എനിക്ക് ലക്ഷ്മിയോട് സംസാരിക്കണം. ഒറ്റടിയാൻ വെച്ചാലും ഗുരുത്തം കെട്ടവനെ. നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങളൊക്കെ വെറും കഴിവുകളാണെന്നോ? അച്ഛൻ ആരാണ് അച്ഛൻ? ഇറങ്ങി പോടാ പുല്ലേ. ഭാര്യയായിട്ടും പിണങ്ങിയല്ലേ? സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എന്താ തന്റെ പരിപാടി?
രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല സാർ. വീണ്ടും താൻ മണ്ടത്തരത്തിലേക്കാ പോകുന്നത്. ഒരു പോലീസ് ഓഫീസർക്ക് പവർ ഉള്ളപ്പോഴത്തെ സ്ഥിതിയല്ല അതില്ലാത്തപ്പോ. തനിക്ക് ചുറ്റും ശത്രുക്കളാണ്, അത് താൻ മനസ്സിലാക്കണം. അതെനിക്കറിയാം സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എനിക്കൊരു പിസ്റ്റൾ തരണം. നോക്കട്ടെ. ഏതായാലും താൻ തനിയെ ഇവിടെ താമസിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. അല്ല സാർ, ദാസപ്പൻ എന്റെ കൂടെ ഉണ്ട്. ലക്ഷ്മിയുടെ അച്ഛനുമായി ഞാൻ സംസാരിക്കണം. വേണ്ട സാർ, നടന്ന സംഭവങ്ങൾക്കെല്ലാം ഞാൻ നിരപരാധിയാണ്. അതെല്ലാം തെളിയുമ്പോ തെളിയട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി സാർ. കുടിക്കാൻ അതൊക്കെ പിന്നെ ആവാലോ. ഞാൻ ഇറങ്ങട്ടെ. ആ